ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഭാരതം 66ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഏറെ ത്യാഗങ്ങളും സമരങ്ങളും നടത്തി പിടിച്ചുവാങ്ങിയ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയെന്ന നിയമസംഹിത നിലവിൽ വന്ന ദിവസം. 1950 മുതൽ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി മാറിയ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതര ആശയങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണ്. പ്രധാന വാർത്തകളിലേക്ക്. സ്വതന്ത്ര ഇന്ത്യയുടെ 66ാമത് റിപ്പബ്ലിക് ദിനം. നാടെങ്ങും ആഘോഷ പരിപാടികൾ. അധിനിവേശത്തിനും തീവ്രവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിക്കണമെന്ന് മന്ത്രി MK മുനീർ. റിപ്പബ്ലിക് ദിന പരേഡ് വിക്രം മൈതാനിയിൽ. കലോത്സവത്തിലെ മികച്ച സേവനത്തിന് കോഴിക്കോട് പോലീസിന് നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആദരം. വാർത്തകൾ വിശദമായി. അധിനിവേശത്തിനും തീവ്രവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ലോക മനസാക്ഷിക്കൊപ്പം നമ്മൾ ഉണ്ടാവണമെന്ന് മന്ത്രി MK മുനീർ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ 66ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ നടന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് രാവിലെ 8:30 പരിപാടികൾ ആരംഭിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മനുഷ്യത്വത്തിനെതിരെ എവിടെ ചാട്ടവാർ വീഴുമ്പോഴും കൂട്ടുകുരുതിക്കെതിരെയും നമ്മൾ ഒറ്റ മനസ്സോടെ നിലപാടുകൾ എടുക്കുമെന്നും അധിനിവേശത്തിനും തീവ്രവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ലോകമനസാക്ഷിക്കൊപ്പം നമ്മൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യത്വത്തിനെതിരെ എവിടെ ചാട്ടവാറുകൾ വീഴുമ്പോഴും ഉത്കണ്ഠയുള്ളവരാണ് നമ്മൾ. അത് ഗാസയിലായാലും പേഷ്വാറിലായാലും കൂട്ടക്കുരുതിക്കെതിരെ നമ്മൾ ഒറ്റ മനസ്സോടെ നിലകൊള്ളേണ്ടതുണ്ട്. അധിനിവേശത്തിനും തീവ്രവാദത്തിനും എതിരായ പോരാട്ടത്തിൽ ലോക മനസാക്ഷിക്കൊപ്പം നമ്മളും ഉണ്ടാവണം. ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളായ നമ്മുടെ സ്വതന്ത്ര സമര ഭടന്മാരുടെ നിശ്വാസത്തിൽ ഈ ത്രിവർണ്ണ പതാക എന്നും നമ്മുടെ അഭിമാനമായി പരിലസിക്കട്ടെ. ജയ് ഹിന്ദ്. ജില്ലാ പോലീസ് മേധാവി AV ജോർജ്, ജില്ലാ ഭരണാധികാരി CA ലത, ജനപ്രതിനിധികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 9 പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. സിറ്റി ആംഡ് റിസർവ് പോലീസ്, റൂറൽ ആംഡ് റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, സിറ്റി ട്രാഫിക്, വനിതാ പോലീസ്, NCC, ആർമി, നേവി, ജൂനിയർ നേവി, ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളുടെ ഓരോ പ്ലാറ്റൂണുകളും, എക്സൈസ് ഫോറസ്റ്റ് വകുപ്പുകളും, ജൂനിയർ റെഡ് ക്രോസിന്റെ 2 ടീമുകളും, സ്കൌട്ട്സ്, ഗേൾസ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവരും പരേഡിൽ അണിചേർന്നു. ഫോറസ്റ്റ് വിഭാഗം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു നൽകുന്നു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ LK രാജീവൻ നൽകുന്നു. NCC Boys Senior
തൊട്ടുപിറകിലായി കുമാരി ശില്പ ഫ്രാൻസിസ് നയിക്കുന്ന സീനിയർ ഡിവിഷൻ NCC ഗേൾസ് ആർമി വിംഗ്. തൊട്ടുപിറകിലായി NCC സീനിയർ ബോയ്സ് നാവൽ വിംഗ് കേഡറ്റ് ക്യാപ്റ്റൻ വിശാൽ കെ പ്രദീപ് നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. ആനന്ദ് ബാബു നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. ഭാരതം 66ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വൈദേശികാധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമായി ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം മുൻനിർത്തി ഇന്ത്യ മുന്നേറുകയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നു. 200 വർഷത്തെ അടിമത്ത ഭരണത്തിനൊടുവിൽ വൈദേശികാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം നമ്മുടെ ദേശീയ നേതാക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സുദിനമാണ് 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യദിനത്തോടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും നമ്മുടെ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ പൌരത്വത്തെയും സമഗ്രമായി സ്പർശിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ അഭാവം ഇന്ത്യക്കുണ്ടായിരുന്നു. 2 വർഷത്തിലേറെ നീണ്ടുനിന്ന തീവ്രയത്നത്തിനൊടുവിൽ ലോകത്തിനാകെ തന്നെ മാതൃകയായ സുശക്തമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്നു. 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. റിപ്പബ്ലിക് എന്നാൽ ജനക്ഷേമ രാഷ്ട്രം എന്നാണ് അർത്ഥം. പൊതുകാര്യം എന്നർത്ഥമുള്ള റെസ്പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത്. ഒരു റിപ്പബ്ലിക് രാജ്യത്തിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. വ്യക്തമായി നിർവചിക്കപ്പെട്ട ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഭരണം നിർവഹിക്കാനായി രാഷ്ട്രത്തലവനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണിത്. രാഷ്ട്രത്തലവനായി പ്രസിഡന്റിനെയും ഭരണത്തലവനായി പ്രധാനമന്ത്രിയെയും ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന രാജ്യമായതിനാലാണ് ഇന്ത്യ ഒരു ജനാധിപത്യ ജനകീയ റിപ്പബ്ലിക്കായി തീർന്നത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചു. ബേപ്പൂർ ആമക്കോട്ടുവയൽ അംഗനവാടിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഉണ്ണികൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. അംഗനവാടി വർക്കർ തങ്കം, ഹെൽപ്പർ ശോഭ, വെൽഫെയർ കമ്മിറ്റി അംഗം VV സനോഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന റാലിയും പായസ വിതരണവും ഉണ്ടായിരുന്നു. ബേപ്പൂർ അങ്ങാടിയിൽ ഗാന്ധി സ്തൂപത്തിന് സമീപം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK ഗഫൂർ പതാക ഉയർത്തി. ഷെറിൻ അധ്യക്ഷം വഹിച്ചു. സജീർ ബാബു സ്വാഗതം പറഞ്ഞു. ശിവപുരി അംഗനവാടിയിൽ റിട്ടയർഡ് ജവാൻ KV ഹരിദാസ് പതാക ഉയർത്തി. സ്വരൂപ് ശിവപുരി അധ്യക്ഷം വഹിച്ചു. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടുവട്ടത്ത് പ്രസിഡന്റ് P മാധവദാസ് പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് TK ഗഫൂർ അധ്യക്ഷം വഹിച്ചു. T ശശിധരൻ, AV ഗിരീഷ്, K വേണുഗോപാൽ, CV അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി. നടുവട്ടം ചേനത്ത് സ്കൂളിന് സമീപം മാഞ്ചോട്ടിൽ VP ബഷീർ പതാക ഉയർത്തി. SV സലീം അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് വിനോദ് കുമാർ നേതൃത്വം നൽകി. ബേപ്പൂർ കയർ ഫാക്ടറിക്ക് സമീപം C അസീസ് പതാക ഉയർത്തി. C സുരേഷ് അധ്യക്ഷം വഹിച്ചു. രാമകൃഷ്ണൻ നേതൃത്വം നൽകി. കേരള പോലീസിൽ വിവിധ തസ്തികകളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 3ാം കോഴിക്കോട് ജില്ലാ സമ്മേളനം സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് SP N സുഭാഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 3ാം ജില്ലാ സമ്മേളനം സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് SP സുഭാഷ് ബാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോടൊപ്പം ജീവിച്ച, നിങ്ങളോടൊപ്പം സേവിച്ച എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹികളോടും ഓരോരുത്തരോടും എന്നോട് അനേകമായ നന്ദി കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം ഇത് തീർച്ചയായും എനിക്ക് നൽകിയ അംഗീകാരമായി പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ തീരുമാനത്തെ പ്രശംസിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് വിശ്വനാഥ് കുറുപ്പ് അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ P രാജൻ, ജില്ലാ പോലീസ് മേധാവി AV ജോർജ്, PH അഷറഫ്, DK കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് P ശങ്കരനാരായണൻ, TM ഹനീഫ, ബാലകൃഷ്ണൻ പുതിയടത്ത്, MM രഘുനാഥൻ, P മുരളീധരൻ, വിനായകൻ, PC പുരുഷോത്തമൻ, VK നാരായണൻ, CP ലോഹിതാഷൻ, E ശ്രീനിവാസൻ, P രാജൻ, SM സേതുമാധവൻ എന്നിവർ സംബന്ധിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് കുടുംബമേള മാനാഞ്ചിറ BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. വിനോദ് കോവൂരിന്റെ നമുക്കൊപ്പം സല്ലപിക്കാം എന്ന പരിപാടി ഏറെ ഹൃദ്യമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആരവമൊഴിഞ്ഞ് നാഷണൽ ഗെയിംസിന്റെ ആരവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഇടവേള ജനുവരി 26. നഗരത്തിലെ വാർത്താ തിരക്കുകൾക്ക് ഇടവേള നൽകി മാധ്യമ പ്രവർത്തകർ ഒത്തുകൂടി. മാനാഞ്ചിറ BM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ കുടുംബമേള നടന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായ ചടങ്ങിൽ മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. എത്ര കാലം പിടിച്ചു കയറ്റും, എത്ര കാലത്തേക്ക് കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാവരെയും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. പ്രസ് ക്ലബ് സെക്രട്ടറി TK ബാലനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ MP പ്രശാന്ത്, MP രാമചന്ദ്രൻ,
ട്രഷറർ JS ഷനിൽ, കുടുംബമേള കമ്മിറ്റി കൺവീനർ മധുസൂദനൻ കർത്ത എന്നിവർ പങ്കെടുത്തു. ഇടവേളകളിൽ നടന്ന ലക്കിടിപ്പും ചലച്ചിത്ര സീരിയൽ താരം വിനോദ് കോവൂരിന്റെ നമുക്കൊപ്പം സല്ലപിക്കാമെന്ന പരിപാടിയും ഏറെ ഹൃദ്യമായി. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിലേക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുള് മുത്താണ് നീയമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിലേക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുള് മുത്താണ് നീയമ്മക്ക്. വെരി 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 എല്ലാരും വന്ന് കയറി കുത്തിരിക്കി. നമ്മളെ മോളെ റസിയാന്റെ കല്യാണമാണ്. പാത്തുവോ കുട്ടികളൊക്കെ ഒപ്പന കളിക്കാൻ പാടി. പാത്തുവോ എല്ലാരും കൈയടിച്ചോളൂ നന്നായിട്ട്. മക്കളൊക്കെ കൈയടിക്കും. ചടങ്ങിൽ SSLC വിജയികളെ അനുമോദിക്കലും വിരമിച്ച മാധ്യമപ്രവർത്തകരെ ആദരിക്കലും നടന്നു. വൈകിട്ട് ചലച്ചിത്ര പിന്നണി ഗായകരായ വാണി ജയറാം, P മാധുരി, കോഴിക്കോട് സുനിൽ എന്നിവർ നയിച്ച ഗാനമേളയും വിവിധ കലാ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി വനിതാ കമ്മിറ്റി നേതൃത്വത്തിൽ ജനരക്ഷാ സംഗമം നടത്തി. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിൽ വെൽഫെയർ പാർട്ടി കോഴിക്കോട് വനിതാ കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനരക്ഷാ സംഗമം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വെൽഫെയർ പാർട്ടി വനിതാ കമ്മിറ്റിയുടെ നാട് കാക്കാൻ ആരുണ്ട് എന്ന വിൽപ്പാട്ടും അരങ്ങേറി. നമ്മൾക്കൊരു സാധനം തരാൻ വിചാരിച്ചിട്ടുണ്ടോ? തന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മളെ മോദി സർക്കാർ. സുബൈദ കക്കൊടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നമ്മ ജോൺസൺ, PK അബ്ദുറഹിമാൻ, മാഹിൻ നേരോത്ത്, അഡ്വക്കേറ്റ് സക്കറിയ, സോണി ജോർജ്, ചന്ദ്രിക കൊയിലാണ്ടി എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പൂരി കലാകാരന്മാരുടെ ആക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആന കുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. വാർത്തകൾ തുടരുന്നു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ KKMA ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം ഹോട്ടൽ യാരയിൽ നടന്നു. പരിപാടിയിൽ സിദ്ദിഖ് കൂട്ടുമുഖം അധ്യക്ഷം വഹിച്ചു. സിജി ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ KKMA ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് വിതരണം ഹോട്ടൽ യാരയിൽ നടന്നു. സിദ്ദിഖ് കൂട്ടുമുഖം അധ്യക്ഷനായ പരിപാടിയിൽ ബഷീർ മേലടി, JDT പ്രസിഡന്റ് ഡോക്ടർ CP അൻവർ, സാമൂഹ്യക്ഷേമ സുരക്ഷാ മിഷൻ CEO ഡോക്ടർ TP അഷ്റഫ്, പ്രൊഫസർ AP സുബൈർ, പ്രൊഫസർ T മുഹമ്മദ്, പ്രൊഫസർ PKK തങ്ങൾ, KP കുഞ്ഞിമുസ, PK മുഹമ്മദ്, K ബഷീർ, EK അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. സിജിയിലെ പ്രതിനിധികളായ അൻഷാദ്, മുനീർ എന്നിവർ ക്ലാസുകളെടുത്തു. നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്ന് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം എഴുതിയത്. അതായത് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന്, ഞാൻ ഇതാണ് എന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയ സംഖ്യയാണ് നിങ്ങൾ ആദ്യം എഴുതിയത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴോ? ആണോ അല്ലേ? നാദാപുരം അക്രമ സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതാണെന്നും ഇതിനു പിന്നിലെ തീവ്രവാദ ബന്ധം വ്യക്തമാക്കണമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. മുസ്ലിം ലീഗ് പരസ്യമായ മതേതര നിലപാട് സ്വീകരിക്കുമ്പോഴും ഇരുട്ടിന്റെ മറവിൽ തീവ്രവാദ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് തുടരുന്നതെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ഈ തീവ്രവാദ ബന്ധമുള്ള ഗ്രൂപ്പിന് പിന്നിൽ അവരെ എല്ലാ നിലയിലും സഹായിക്കുന്നത് മുസ്ലിം ലീഗാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം ക്രമസമാധാന പാലന മികവിന് കോഴിക്കോട് സിറ്റി പോലീസിന് നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ബിഗ് സല്യൂട്ട്.
മലബാർ പാലസിൽ മന്ത്രി M.K. മുനീർ സിറ്റി പോലീസ് കമ്മീഷണർ A.V. ജോർജിന് ഉപഹാരം കൈമാറി. NYPC ചെയർമാൻ A.K. ഫൈസൽ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ നാളുകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച പോലീസിനെ നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പോലീസിനുള്ള ഉപഹാരം മന്ത്രി M.K. മുനീറിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ A.V. ജോർജ് ഏറ്റുവാങ്ങി. ഉപഹാരം കോഴിക്കോട്ടെ എല്ലാവർക്കും കൂടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ഒറ്റക്കെട്ടായി കലോത്സവത്തെ ഏറ്റെടുത്തു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അനുസരിച്ച ദിനങ്ങളായിരുന്നു അതാണ് വിജയത്തിന് കാരണമെന്നും കമ്മീഷണർ വിശദീകരിച്ചു. ലാത്തിയില്ലാത്ത പോലീസിനെ നഗരം കണ്ട ദിനങ്ങളായിരുന്നു കലോത്സവ നാളുകളിലെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കൌൺസിൽ സെക്രട്ടറി മെഹറൂഫ് മണലുടി പറഞ്ഞു. പോലീസ് ജനങ്ങളോട് ഹൃദ്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. വഴിയറിയാത്തവന് വഴി പറഞ്ഞു കൊടുക്കുവാനും ദാഹിക്കുന്നവന് ചുക്കുകാപ്പി നൽകാനും പോലീസ് സജീവമായി രംഗത്തുണ്ടായി. ഇത് നമ്മുടെ കലാമേളയാണെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ പോലീസിന് കഴിഞ്ഞുവെന്നും മെഹറൂഫ് മണലുടി വിശദീകരിച്ചു. കൌൺസിൽ ചെയർമാൻ A.K. ഫൈസൽ അധ്യക്ഷം വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി K.V. സക്കീർ ഹുസൈൻ, വൈസ് ചെയർമാൻ P. അനിൽ, E.V. ഉസ്മാൻ കോയ എന്നിവർ സംബന്ധിച്ചു. ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കിയ സാഹചര്യത്തിൽ ദളിതരുടെ ക്ഷേമ വികസന പ്രവർത്തനത്തിനായി എന്ത് ബദൽ സംവിധാനമാണ് കേന്ദ്രം ഒരുക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ആവശ്യപ്പെട്ടു. KDF നേതൃയോഗവും ജന്മദിനാഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദലിത്, പിന്നോക്ക, മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായി നയപരിപാടികളും പദ്ധതികളും നടപ്പിലാക്കുന്ന ആസൂത്രണ കമ്മീഷനെ ഇല്ലായ്മ ചെയ്ത സാഹചര്യത്തിൽ ദലിതരുടെ ക്ഷേമ വികസന പ്രവർത്തനത്തിനായി എന്ത് ബദൽ സംവിധാനമുണ്ടാക്കിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ KDF സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ആവശ്യപ്പെട്ടു. KDF സംസ്ഥാന നേതൃസമ്മേളനവും 18ാം ജന്മദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷത്തെ വാർഷിക ബജറ്റും പദ്ധതി രൂപവൽക്കരണവും ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടും ഒരുവിധ വ്യക്തതയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ആസൂത്രണ കമ്മീഷനെ മോദി സർക്കാർ കുഴിച്ചുമൂടിയത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ബഹുരാഷ്ട്ര കുത്തകകളെയും ആഗോള മുതലാളിത്ത വ്യവസ്ഥിതിയെയും പരിപോഷിപ്പിക്കാനും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് ഈ കൂട്ടർക്ക് മൂലധനമായി ലഭ്യമാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ പ്രക്രിയയിൽ ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഭാവി അപകടത്തിലാണെന്നും രാമഭദ്രൻ പറഞ്ഞു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ K. ശിവരാജൻ, KPC കുട്ടി, CK കുമാരൻ, PT ജനാർദ്ദനൻ, PM സുകുമാരൻ, M. ബിനാൻസ്, VM ലീല, A. ഹരിദാസൻ, ഐവർകാല ദിലീപ്, ദേവദാസ് കുതിരാടം, PG പ്രകാശ്, PN ചിന്നൻ, B. സുബ്രഹ്മണ്യം, PV ദാമോദരൻ, PG സജീവൻ, A. രതീഷ്, വിജയൻ C. കുട്ടമത്ത്, BC രാധാകൃഷ്ണൻ, റോയ് ജോൺ, ബാബു ജോൺ എന്നിവർ സംസാരിച്ചു. മാല പിടിച്ചുപറി സംഘത്തിലെ 3 പേർ പോലീസ് പിടിയിലായി. മാറാട് സ്വദേശികളായ തലക്കലകത്ത് വീട്ടിൽ T. ഫൈജാസ്, ചെട്ടിയാങ്കണ്ടിപ്പറമ്പ് മുഹമ്മദ് ഷെരീഫ്, കൊളത്തറ റജിനാസ് ഹൌസിൽ ആഷിഖ് അലി എന്നിവരാണ് പിടിയിലായത്. മോഷണം മുതൽ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല പിടിച്ചുപറിക്കുന്ന സംഘത്തിലെ 3 പേർ പിടിയിലായി. മാറാട് സ്വദേശികളായ തലക്കലകത്ത് വീട്ടിൽ T. ഫൈജാസ്, ചെട്ടിയാങ്കണ്ടിപ്പറമ്പ് മുഹമ്മദ് ഷെരീഫ്, കൊളത്തറ റജിനാസ് ഹൌസിൽ ആഷിഖ് അലി എന്നിവരെ ടൌൺ CA TK അഷ്റഫും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പിടിച്ചത്. 10 പവൻ സ്വർണവും കണ്ടെടുത്തു. മാല വിൽക്കാനായി ശനിയാഴ്ച വൈകിട്ട് 5:30 കമ്മത്ത് ലൈനിലെത്തിയ ഫൈജാസിനെയും ആഷിഖ് അലിയെയും രഹസ്യവിവരത്തെ തുടർന്നാണ് പിടിച്ചത്. പിന്നീടാണ് മുഹമ്മദ് ഷെരീഫ് അറസ്റ്റിലായത്. ഏതാനും മാസങ്ങളായി നഗരത്തിലെ പരിസര പ്രദേശങ്ങളിൽ നടന്ന 15 പിടിച്ചുപറി കേസുകളിലെ പ്രതികളാണിവർ. സ്ത്രീകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചും ഇവർ മാല മോഷ്ടിച്ചിട്ടുണ്ട്. വാടകയ്ക്കെടുക്കുന്നതും മോഷ്ടിച്ചതുമായ ബൈക്കുകളിലെത്തിയാണ് കവർച്ചയെന്ന് സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബു പറഞ്ഞു. ബൈക്കുകൾ റെയിൽവേ സ്റ്റേഷനിലോ ആശുപത്രി പരിസരത്തോ ഉപേക്ഷിച്ച് രക്ഷപ്പെടും. മോഷ്ടിച്ച സ്വർണം പകുതി വിലയ്ക്ക് ഇടനിലക്കാർക്ക് നൽകും. ഇവരത് ജ്വല്ലറികളിൽ വിൽക്കും. ഇടനിലക്കാരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ ഉടൻ പിടികൂടും. ബൈക്ക് വാടകയ്ക്കെടുത്ത് നൽകുന്നവരെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. ചേവായൂർ, ഏലത്തൂർ ഭാഗങ്ങളിൽ നടന്ന ചില മോഷണങ്ങളെക്കുറിച്ചുള്ള വിവരവും ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ട്. 80 പവനോളം കവർന്ന ഇവർ ആദ്യമായാണ് പിടിയിലാകുന്നത്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പ്രതികൾ ലഭിക്കുന്ന പണം കൊണ്ട് ഗോവ, മംഗളൂരു എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കാറുണ്ട്. ടൌൺ CA TK അഷ്റഫും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ O. മോഹൻദാസ്, TP ബിജു, KR രാജേഷ്, MV അനീഷ്, K. ഷജുൽ, ടൌൺ CA ഓഫീസിലെ SIമാരായ പ്രിയൻ ബാബു, സാബുനാഥ്, സജി ഷിനോബ്, പ്രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കായിക രംഗത്ത് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി ആരംഭിച്ച യൂണിറ്റി ഫുട്ബോൾ ക്ലബിന്റെ ഉദ്ഘാടനം ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ പ്രിൻസിപ്പൽ SI AP ജയകുമാർ നിർവഹിച്ചു. M നജീബ് അധ്യക്ഷം വഹിച്ചു. കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നൽകിക്കൊണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളെ കണ്ടെത്താൻ വേണ്ടി യൂണിറ്റി FC ബേപ്പൂരിൽ തുടക്കം കുറിച്ചു. ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം നടന്നു. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം മുൻ SBT പ്ലെയറും NIS കോച്ചുമായ C ഉമർ നിർവഹിച്ചു. M നജീബ് അധ്യക്ഷം വഹിച്ചു. OK മൻസൂർ അലി, INDUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, അസു ഹുസൈൻ, കൌൺസിലർ P ജലജ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, റോയൽ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സലീം, ഫുട്ബോൾ അക്കാദമി സെക്രട്ടറി പള്ളത്ത് പത്മനാഭൻ, ബേപ്പൂർ ഹൈസ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, ചെറുവണ്ണൂർ ടൂർണമെന്റ് കമ്മിറ്റി പ്രതിനിധി മാഹിൻ K, സാബിറ ടീച്ചർ, കോയ മുല്ലപ്പള്ളി, വിശ്വനാഥൻ K, റഫീഖ്, കനകകുമാർ എന്നിവർ സംസാരിച്ചു. ദേശീയ ഗെയിംസ് ദീപശിഖ പ്രയാണത്തിന് കോഴിക്കോട് ഹൃദ്യമായ സ്വീകരണം നൽകി. മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ കുരികേഷ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ദീപശിഖ ഒളിമ്പ്യൻ ദിജു ഏറ്റുവാങ്ങി. കായിക താരങ്ങളും ജനപ്രതിനിധികളും സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. കേരളം ആതിഥ്യം വഹിക്കുന്ന ദേശീയ മാമാങ്കത്തിന്റെ സന്ദേശം വഹിച്ചെത്തിയ ദീപശിഖ പ്രയാണത്തിന് നഗരത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കായിക താരങ്ങൾ, കായിക സംഘടനകൾ, ജനപ്രതിനിധികൾ, കായിക പ്രേമികൾ എന്നിവർ ചേർന്ന് മനോരമ ജംഗ്ഷനിൽ സ്വീകരിച്ചു. മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ കുരുകേഷ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ദീപശിഖ ഒളിമ്പ്യൻ ദിജു ഏറ്റുവാങ്ങി. ക്രിസ്ത്യൻ കോളേജ്, കുരിശുപള്ളി, BM സ്കൂൾ, പോലീസ് കമ്മീഷണർ ഓഫീസ്, പാളയം ജംഗ്ഷൻ, മേലെപ്പാളയം, മിഠായി തെരുവ്, സ്പോർട്സ് കൌൺസിൽ വഴി മാനേജർ സ്ക്വയറിൽ എത്തിച്ചു. അവിടെ വെച്ച് മേയർ AK പ്രേമജം ദീപശിഖ ഏറ്റുവാങ്ങി. സ്വീകരണ യോഗത്തിൽ മേയർ അധ്യക്ഷം വഹിച്ചു. A പ്രദീപ് കുമാർ MLA, പുരുഷൻ കടലുണ്ടി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, PA ഹംസ, നഗരസഭാ കൌൺസിലർ P കിഷൻചന്ദ്, ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശശിധരൻ നായർ, സലീം, PV ഗംഗാധരൻ, കമാൽ വരദൂർ, ദിജു എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി സ്വാഗതം പറഞ്ഞു. ദീപശിഖ അഴിയൂർ, ചേറോട്, വടകര, പയ്യോളി, തിക്കോടി, മൂടാടി, കൊയിലാണ്ടി, ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി. രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ പ്രാദേശിക തലത്തിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. അഴിമതി വിരുദ്ധ ജനകീയ മുന്നണി സംഘടിപ്പിച്ച നഗരം അഴിമതിക്കെതിരെ എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഗികമായി നിശ്ചലാവസ്ഥയിലായ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ കാര്യമായ പരിഷ്കരണം വേണമെന്നും അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനായി മുന്നേറ്റങ്ങൾ ഉണ്ടാവണമെന്നും സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. അഴിമതി വിരുദ്ധ ജനകീയ മുന്നണി ആഭിമുഖ്യത്തിൽ നഗരം അഴിമതിക്കെതിരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ എന്തെങ്കിലും പ്രതിസന്ധിയിൽപ്പെടുകയോ ജനപിന്തുണ നഷ്ടപ്പെടുകയോ ചെയ്താൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് മുഖം പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരന് അഭിഭാഷകനെ വെച്ച് തന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ നിയമവ്യവസ്ഥ എത്തപ്പെട്ടിരിക്കുന്നു. പരിഷ്കരിക്കാൻ സർക്കാരും ജുഡീഷ്യറിയും താൽപര്യം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് K ആനന്ദകനകം അധ്യക്ഷം വഹിച്ചു. KP വിജയകുമാർ, അഡ്വക്കേറ്റ് ജോൺസൺ ജോസഫ്, അഡ്വക്കേറ്റ് PA പൌരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മൂല്യബോധവും ധാർമ്മിക ബോധവും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് മന്ത്രി PK ജയലക്ഷ്മി. SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സംഘടിപ്പിച്ച ചർച്ച സദാചാര പെൺമൊഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. SNDP യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂല്യജ്യോതി പരിപാടിയുടെ ഭാഗമായി നടന്ന സദാചാര പെൺമൊഴി ചർച്ച മന്ത്രി PK ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. SN ട്രസ്റ്റ് ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം പ്രീതി നടേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമായി സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് വിഷയം അവതരിപ്പിച്ച സാമൂഹിക പ്രവർത്തക അഡ്വക്കേറ്റ് സുജാത വർമ്മ പറഞ്ഞു. സ്ത്രീകളുടെ മേലുള്ള സദാചാര ചൂണ്ടുപലക ആദ്യമായി എതിർത്തുകാട്ടിയത് ഇന്ദുലേഖയാണെന്നും അവർ പറഞ്ഞു.
സ്ത്രീചേതന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജയശ്രീ, കേരള വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ സുജ ബാലുശ്ശേരി, സിനി ആർട്ടിസ്റ്റ് ഗായത്രി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. SNDP യോഗം വനിതാ സംഘം പ്രസിഡന്റ് KP കൃഷ്ണകുമാരി അധ്യക്ഷം വഹിച്ചു. വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, ട്രഷറർ സതീനാരായൺ എന്നിവർ നേതൃത്വം നൽകി. കാക്കഞ്ചേരി വ്യവസായ പാർക്കിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണ നിർമ്മാണശാലയ്ക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്നിൽ സ്വർണ്ണക്കള്ളക്കടത്തു മാഫിയയുടെ സഹായമുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്. ജനതാൽപര്യത്തിന് വിരുദ്ധമായി മലബാർ ഗ്രൂപ്പ് നിൽക്കില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കാക്കഞ്ചേരിയിൽ തുടങ്ങുന്ന ആഭരണ ഫാക്ടറിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. കരിപ്പൂർ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളക്കടത്ത് സംഘമാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് നയിക്കുന്നതിൽ ഈ അനധികൃത ബിസിനസ് സംഘത്തിനുള്ള പങ്ക് വ്യക്തമാണ്. ഫാക്ടറിക്കെതിരെ മുതിർന്ന അഭിഭാഷകരെ ഉപയോഗിച്ച് കേസ് നടത്തുന്നത് പ്രധാന തെളിവാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് കൊടി സ്ഥാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക രീതിയിലുള്ള ആഭരണ ഫാക്ടറിയാണ് കാക്കഞ്ചേരിയിൽ സ്ഥാപിക്കുന്നത്. മാരക രാസവസ്തുക്കളൊന്നും ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നില്ല. പദ്ധതി ചെലവിന്റെ മുഖ്യ പങ്ക് മാലിന്യവും അന്തരീക്ഷ മലിനീകരണവും ഒഴിവാക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യുന്ന പാരമ്പര്യമല്ല മലബാർ ഗ്രൂപ്പിനുള്ളത്. ഫാക്ടറിയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന മൊത്തം ജലത്തിന്റെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ആഭരണ നിർമ്മാണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന വെള്ളം വീണ്ടും ഉപയോഗപ്പെടുത്താനുള്ള സംസ്കരണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലേക്ക് വിഷപ്പുക വിടുന്നുവെന്നതും തെറ്റായ പ്രചരണമാണ്. പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യത്തിന് ഹാനികരവുമല്ലാത്ത ലോഹങ്ങളാണ് ഫാക്ടറിയിൽ ഉപയോഗിക്കുക. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങളെല്ലാം ഇക്കാര്യത്തിൽ പാലിക്കപ്പെടും. നിർമ്മാണ പ്രക്രിയയ്ക്ക് ശേഷമുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഖരമാലിന്യങ്ങൾ സർക്കാർ അംഗീകൃത ഏജൻസിയായ കേരള എൻവൈറോ ഇൻഫ്രാസ്ട്രക്ചറിലാണ് സംസ്കരിക്കുക. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വീടുകൾ കയറിയിറങ്ങിയ സംഘത്തെ അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന ഫാക്ടറിയെ ഇല്ലാതാക്കാനാണ് ഒരു സംഘം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ഗോൾഡ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ O അഷർ, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, കിൻഫ്ര ഗോൾഡ് ഫാക്ടറി ഡെപ്യൂട്ടി ഹെഡ് NK സാജിദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. ചെറുവണ്ണക്കുളത്തറ UC റോഡ് ആശ്രയ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ 4ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ആശ്രയോത്സവ് 2015 എന്ന പേരിൽ സംഘടിപ്പിച്ചു. സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ കൌൺസിലർ ഗിരിജ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഡോക്ടർ A രാജൻ നമ്പ്യാർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K നാസറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഹംസ P, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ ബിജു എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ 2014 SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ലിമീഷയ്ക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ഗോൾഡ് മെഡൽ നേടിയ NB നിവേദിതയും ചടങ്ങിൽ അനുമോദിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. നോർത്ത് ബേപ്പൂർ ശിവപുരി റോഡ് ശ്രീ ശിവപുരി അസോസിയേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ കോംട്രസ്റ്റ് ഐ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ നിന്നും സൌജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു. പരിപാടികൾക്ക് ശ്രീ ശിവപുരി അസോസിയേറ്റ്സ് പ്രസിഡന്റ് KP ഷൈജു, സെക്രട്ടറി ബിമൽ KP എന്നിവർ നേതൃത്വം നൽകി. സുഭാഷ് കലാവേദിയുടെ സ്ഥാപക മെമ്പറും ദീർഘകാലം ഭാരവാഹിയുമായിരുന്ന പാരത്തുവീട്ടിൽ KP മാധവമേനോന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ഫോട്ടോ സുഭാഷ് കലാവേദി ഹാളിൽ അനാച്ഛാദനം ചെയ്തു. KP ശിവശങ്കരൻ നായർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ PK ബാലകൃഷ്ണൻ മാസ്റ്റർ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. സെക്രട്ടറി PB ശിവദാസൻ, K രാജു, മുരളി ബേപ്പൂർ, P ശശിധരൻ, TP രാമചന്ദ്രൻ, PA രാധാകൃഷ്ണൻ, TP വേണുഗോപാലൻ, P മാധവദാസ്, AV മാധവിക്കുട്ടി, VK ജയദേവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വതന്ത്ര ഇന്ത്യയുടെ 66ാമത് റിപ്പബ്ലിക് ദിനം. നാടെങ്ങും ആഘോഷ പരിപാടികൾ. അധിനിവേശത്തിനും തീവ്രവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിക്കണമെന്ന് മന്ത്രി MK മുനീർ. റിപ്പബ്ലിക് ദിന പരേഡ് വിക്രം മൈതാനിയിൽ.
കലോത്സവത്തിലെ മികച്ച സേവനത്തിന് കോഴിക്കോട് പോലീസിന് നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.